അസ്സലാമലൈക്കും. നമസ്കാരമുണ്ട്. ഞാൻ ആശ്രമമാണ്. ഇന്ന് നമ്മുടെ മുന്നിലുള്ളത് ഹക്കീം തങ്ങൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇന്ന് ഹക്കീം സാഹിബാണ്. അദ്ദേഹം ഒരുപാട് നദി എടുത്തു കൊടുക്കാന്നൊക്കെയുള്ള ഒരുപാട് അങ്ങനെയുള്ള ചികിത്സകൾ നടത്തുന്ന മനുഷ്യനാണ്. ആർക്കും അദ്ദേഹത്തിനെ കൊണ്ട് നദി എടുത്തു കൊടുക്കാനും കഴിഞ്ഞില്ല. ഒരുപാട് മനുഷ്യരെ സമ്പത്ത് അദ്ദേഹത്തിന് കയ്യിൽപ്പെട്ടു. ഇന്ന് അദ്ദേഹം മുഴുവൻ പട്ടിണിയിലാണ് ജീവിക്കുന്നത്. അദ്ദേഹം മക്കളും 3 ഭാര്യമാരില്ലേ, ഒരു ഭാര്യ മരിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞ വാക്ക്, അദ്ദേഹത്തിന് റമദാനിൽ ഭക്ഷണസാധനം ഇല്ലാഞ്ഞിട്ടും പെരുന്നാൾക്കുള്ള ബുദ്ധിമുട്ടൊക്കെ നമ്മൾ അറിയിച്ചപ്പോൾ ആ വീടുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് ഇത് കൊടുത്തപ്പോൾ അദ്ദേഹം നമ്മളോട് പറഞ്ഞ വാക്ക് മനസ്സിലായി. ഞാൻ എല്ലാ സമ്പത്തുള്ളവനായിരുന്നു. ഇന്ന് 2300 സ്ക്വയർ ഫീറ്റ് വീടുണ്ട്, പക്ഷേ അത് വിൽക്കണം. പല ആളുകളെ ശാപം മുതലിൻ്റെ കയ്യിലുണ്ട്. അതായത് അല്ലേ, ആ കാശെല്ലാം തിരിച്ചു കൊടുക്കണം എന്നൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു മനസ്സ്. മറ്റുള്ളവരെ ഇനിയെങ്കിലും ഇങ്ങനെ നദി എടുക്കുക എന്നുള്ള കഥ ഇല്ലാന്നും അതിലൊരു സത്യമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ലേ, എങ്ങനെയാണ് എൻ്റെ കഥ? ഒരു സത്യങ്ങളുമില്ല. എൻ്റെ പേര് ഹക്കീം എന്നാണ്. ഞാൻ വെട്ടിച്ചിറ കൽപ്പകഞ്ചേരിയാണ് ശരിക്കിൻ്റെ നാട്. AV വാവാക്കാൻ്റെ മകനാണ് അബ്ദുൽ ഹക്കീം. അപ്പോൾ ജനങ്ങളായിട്ട് പേരെടുത്ത് വിളിച്ചതാണ് തങ്ങളെ എന്നുള്ളത്. അല്ല, ഞാൻ തങ്ങളോ മൂലരോ ഒന്നുമല്ല. എനിക്ക് മതപരമായിട്ടുള്ള അറിവില്ല, മറ്റുള്ളവരുമായിട്ടുള്ള അറിവ് എനിക്കില്ല. എന്തോ ഒരു സന്ദർഭത്തിൽ ഞാൻ ശരിക്കും ഒരിടത്ത് ഒരു മക്കാമ് സിയാർത്തുകളൊക്കെ കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ ഡ്രൈവറായിരുന്നു. പിന്നെ കൂലിപ്പണിക്ക് എല്ലാ പണിക്കും, ഇന്ന പണിയെന്നല്ല എല്ലാ പണിക്കും ഞാൻ പോയിരുന്നു. പെയിൻറ്റിങ്ങിനും കിണർ പണിക്കും തോട്ടം കൊത്താനും തെങ്ങ് വരക്കാനും പിടിക്കാനും എല്ലാ പണിക്കും ഞാൻ നടന്നിരുന്ന ആളാണ്. തേപ്പിനും ഇതിനൊക്കെ പടവേഴപ്പം ഹെൽപ്പറായിട്ടൊക്കെ അങ്ങനെ എല്ലാ കാര്യത്തിനും നടന്നിരുന്നതാണ്. അങ്ങനെ സുപ്രഭാതത്തിൽ തേച്ചിലേക്ക് ഇങ്ങനെ ഞാനിങ്ങനെ മക്കാം സിയാർത്തുകളൊക്കെ പോയി വന്നതിൻ്റെ ശേഷം എന്തോ എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥകൾ. എൻ്റെ ആല് മാറി അങ്ങനെ ജനങ്ങളൊക്കെ പാടെ പറഞ്ഞുണ്ടാക്കി ജിന്നേറ്റിക്കണ് പിടിച്ചിരിക്കുന്നുള്ള അങ്ങനെ ഓരോരുത്തർ ചികിത്സയ്ക്ക് വരലും കാര്യങ്ങളും തുടങ്ങി. അങ്ങനെ ജനങ്ങൾക്ക് എന്താ ചിലവർക്ക് ഇത് മാറലും പിടിച്ചിലും തുടങ്ങി. അപ്പോൾ പിന്നെ ജനങ്ങൾക്ക് വിശ്വാസങ്ങൾ വരൽ തുടങ്ങി, ഇവനെ കൊണ്ട് കയ്യും പിടിക്കും എന്നുള്ളത്. അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നതായി. അങ്ങനെ ഓരോ സന്ദർഭങ്ങൾ, അതായത് വളരും ദൂരം ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും, അതായത് നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, മക്കളൊക്കെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോൾ ഞാൻ ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിക്കാണ്ട് ഇത്ര റുപ്യോ എന്ന് പറഞ്ഞിക്കൊണ്ടൊക്കെ മേടിച്ച് ഇതാക്കി. അങ്ങനെ പിന്നെ ഓരോരുത്തർ വന്നിട്ട് പറഞ്ഞു നമ്മളെ പേരിൽ അങ്ങനെ ഇന്നോടത്ത് നീതി ഉണ്ടെന്ന് ഇന്നോട് പറഞ്ഞിരിക്കണ്, അല്ല ഇങ്ങനെ നമുക്ക് എടുത്തുതരാൻ പറ്റുമോ പിടിച്ചോന്നൊക്കെ ചോദിച്ച് ഇതാക്കും. അപ്പോൾ ചിലവരോട് ഞാൻ പറ്റൂല എന്ന് പറഞ്ഞു, ചിലവരോട് ഞാൻ എനിക്ക് പൈസൻ്റെ ബുദ്ധിമുട്ടാണ് നമുക്ക് എടുക്കാൻ പിടിക്കാറുണ്ട്. പലവരും എടുത്തുനിന്നായിട്ട് ഒരുപാട് പൈസകളും ഞാൻ ലക്ഷങ്ങൾ മേടിച്ചിട്ടുണ്ട് പലവരും എടുത്തുനിന്നായിട്ടും. അപ്പോൾ അങ്ങനെ ഒരാൾക്കും ഇന്ന് ഈ നേരം വരെ ഒരു നിധിയോ കാര്യങ്ങളോ എടുത്തു കൊടുക്കാനോ പിടിക്കാനോ കഴിഞ്ഞിട്ടില്ല. എൻ്റെ അറിവിൽ അങ്ങനെ കഴിയില്ല. അതൊക്കെ അള്ളായിട്ട് തരാൻ ഉദ്ദേശിക്കുന്ന അത് പരസ്യമായിട്ട് തരണതാണ്. അല്ല ഒരു പടപ്പുകളെ കൊണ്ട് അത് താൻ എടുത്തു കൊടുക്കാൻ പറ്റും പിടിക്കുന്നില്ല. എൻ്റെ അറിവിൽ എനിക്ക് കഴിയില്ല. ഏറ്റവും വലിയ നിധി കിട്ടാനുള്ള മാർഗം ഏറ്റവും വലിയ നിധി കിട്ടാനുള്ള മാർഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാവപ്പെട്ടവനെ സഹായിക്കുക, പട്ടിണി എടുക്കുന്നവനെ സഹായിച്ചു കൊടുക്കുക, അല്ല രോഗിയായി കിടക്കുന്നവനെ സഹായിച്ചു കൊടുക്കുക, എന്നിട്ട് അള്ളാനോട് തീടുക പടച്ചൻ ഇതിൻ്റെ പേരിലാണ് ഇതിൻ്റെ ബുദ്ധിമുട്ട് തീർത്ത് കൊണ്ടാന്നുള്ളത്. അല്ലാതെ ഈ മന്ത്രവാദത്തിൻ്റെ കാര്യത്തിൽ ഇതിലൊന്നും പൊന്നാര മക്കളെ ഒരാൾക്കും ദുനിയാവിൽ ഒരു കൈ വല്ല കൊടുത്തില്ല, ഏക റബ്ബിനല്ലാതെ. അല്ലാതെ ഞാൻ 21 ദിവസത്തിന് അടക്കം വെക്കുക, 11 ദിവസത്തിന് അടക്കം വെക്കുക, അങ്ങനത്തെ സംഗതികളൊന്നുമില്ല. അതൊക്കെ വെറുതെയാണ്. കാരണം ഇതൊക്കെ അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള സംഗതിയാണ്. ഒരാളെ രോഗങ്ങൾ മാറ്റലും, ഒരാളെ സൗക്കട് മാറ്റലും, ഒരാൾക്ക് റഹ്മത്ത് കൊടുക്കലും എല്ലാം ഹൈറും സിറും അള്ളാന്റെ വക്കലുള്ളതാ സംഗതിയാണ്. അപ്പൊ ഇതിന്റെ അടുത്ത് എത്ര ആൾക്കാർ നിധി പഠിച്ചെന്നുള്ള ഇതില് നിങ്ങൾ കാശ് പഠിച്ചു? ഒരു 10-20 ആൾക്കാരൊന്നും പഠിച്ചിട്ടുണ്ടോ? 20 ആൾക്ക് നിധി പഠിച്ചു എടുത്തു കൊടുക്കാറുണ്ട് പഠിച്ചിട്ടുണ്ടാവും. വീട്ടിൽ പോയിക്കാണ്ട് എന്താ കാണിക്കല്? ഓല വീട്ടിൽ പോയിട്ട് കാണിക്കും പിടിക്കും, നമ്മളോടെ വന്ന് കണ്ട് ഇതാക്കും പിടിച്ചു ചോദിച്ചു. പിന്നെ വെറുതെ സ്ഥലം കൊണ്ടുപോയിട്ട് കാണിച്ചു കൊടുക്കും, ഇന്നോടത്തുണ്ടെന്ന് പറയും. അപ്പം ചിലപ്പം വേറെ ആരെങ്കിലും വന്ന് കാണിച്ചു കൊടുത്ത് അതേ സ്ഥലം തന്നെ സ്പോട്ടായിരിക്കും ഞാനും കാണിച്ചു കൊടുക്കേണ്ടത്. അത് എനിക്ക് അല്ല അപ്പം തരുന്നൊരു ഇതാണ് ഈ കാര്യം. എന്ത് എനിക്ക് നേരാൻ 10 രൂപ പോലെ മേടിച്ചാലുള്ളൊരു മാർഗം അല്ല കാണിച്ചു തരുമല്ലോ. അപ്പൊ നല്ലവനക്കായാലും വെടക്കുള്ളവനക്കായിട്ടും അല്ല ഓനക്ക് ജീവിക്കാനുള്ള മാർഗം കാണിച്ചു കൊടുക്കുന്ന ഒരു വഴി ഉണ്ടല്ലോ. നിങ്ങൾ ഈ നിധി എടുത്ത് കൊടുക്കാന്ന് പറഞ്ഞാൽ അധികം പണക്കാരല്ലേ വഞ്ചിച്ചിട്ടുള്ളത്. അല്ല പൂർണ്ണമായിട്ടും പാവപ്പെട്ട് പട്ടിണി പാവങ്ങളെ ഞാൻ ഇതാക്കിയിട്ടൊന്നുമില്ല. പിന്നെ പൈസ വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പേരന്റെ ഉള്ളിൽ നിർബന്ധിച്ച് കൊടുക്കുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട്. എടുത്തു കൊടുക്കാറുണ്ട്. വേണ്ട കുഴപ്പമില്ല കിട്ടൂല പിടിച്ചൂല അറിഞ്ഞിട്ടും നിർബന്ധിച്ചിട്ട് പൈസ ഒന്ന് കണ്ടതാക്കിയ ആൾക്കാരുണ്ട്. അതൊക്കെ ഓരോ കാര്യത്തിൽ ടൈമും കാര്യങ്ങളും കേസും കൂട്ടം വരുമ്പോൾ ഒരു കേസ് കൊടുക്കും. അങ്ങനെ ഞാൻ എനിക്ക് തന്നതാവൂല പറഞ്ഞിട്ടുള്ളത്. കോഴിക്കോട് ജയിലിൽ കിടന്നല്ലോ ഈ പ്രശ്നത്താൽ. അപ്പൊ ഈ ജയിലിൽ കിടന്നിട്ടും നിങ്ങൾ വീട്ടിൽ വന്നിട്ടും ആളുകൾ ലോക്കപ്പ് കിടക്കുന്ന ടൈമിലടക്കം ചികിത്സയ്ക്ക് ആൾക്കാരിന്റെ ലോക്കപ്പ് വന്നിട്ടുണ്ട്. തങ്ങളെ ഇതെന്താ ഇതെന്താ ചെയ്യേണ്ടത് ചോദിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ പേരും പറഞ്ഞിക്കൊണ്ട് തന്നെ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിന്നിട്ട് ജനങ്ങളെ മുന്നിൽ തല്ലും ഇതും പിടി ഉണ്ടാക്കിയിട്ട് എന്റെ ജാമ്യം വരെ റദ്ദാക്കി വെച്ചിട്ടുണ്ട്.
അപ്പോൾ ഇതിൻ്റെ ഇതിൽ പറയാനുള്ളത്, അതായത് ഇത് കാണുന്ന എല്ലാ മനുഷ്യരോടും എൻ്റെ ജ്യേഷ്ഠന്മാരായാലും അഞ്ചന്മാരായാലും പെങ്ങന്മാരായാലും എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇങ്ങനത്തെ ഒരു സംഗതിയെ ഇല്ല ദുനിയാവിൽ. എല്ലാറ്റിനും കഴിവും ശക്തിയുള്ളത് അള്ളാഹ്ക്ക് മാത്രമാണ്, അല്ലാതെ ഒരു പടപ്പുകൾക്കും ഇല്ല. ഞാൻ 1998 മുതൽ ഒരു 3 കൊല്ലം മുന്നേ വരെ ഞാൻ ഈ ഒരു ഇത് വെച്ച് നടന്നു. 3-4 കൊല്ലം മുന്നേ വരെ. അതിപ്പോ നമ്മളിപ്പോ ഒരു മുസ്ലിമായ വ്യക്തിക്ക് അള്ളാഹ് സുന്നത്താക്കി തന്ന വിഷയമാണ്. എല്ലാവരും തങ്ങന്മാർക്കും മൂലന്മാർക്കും നടക്കാണ്ട് ഒരു മൂലരും ഇത് തൊപ്പിയും വെള്ളത്തിനും വെള്ളക്കുപ്പായൊന്നുമില്ല. എത്രയോ ആൾക്കാർ കൊണ്ടുപോയിട്ടുണ്ട്, പല സ്ഥലത്തേക്കും കൊണ്ടുപോയിട്ടുണ്ട്. ഒന്നുമില്ല. എന്നിട്ട് അള്ളാഹ് എന്നുള്ള നാമത്തിന്റെ അർത്ഥം എന്താണെന്നുള്ളത് പറയാൻ കഴിയാത്ത ഞാനാണ്. കാരണം എന്റെ കുടുംബങ്ങൾക്ക് തന്നെ അറിയാം എനിക്കൊരു വിദ്യാഭ്യാസവും കാര്യങ്ങളും ഇല്ല എന്നുള്ളത്. ഒന്നുമില്ല, ഒരു കഴിവും കാര്യങ്ങളും ഇല്ല. ഒരു കഴിവും കാര്യങ്ങളും ഇല്ല. അപ്പൊ ജനങ്ങൾ പറഞ്ഞപ്പോ എന്താ എനിക്ക് ഓരോ ബുദ്ധിമുട്ടും കാര്യങ്ങളും വരുമ്പോ പിന്നെ ഞാൻ വീക്കെ കൂടെ കണ്ട് സഞ്ചരിച്ച് പിന്നെ ഓരോരുത്തരുടെ മാറിന് പിടിക്കണം. അവർക്ക് അള്ളാഹ് മാറ്റാനുള്ള ടൈം ആക്കുമ്പോൾ അള്ളാഹ് മാറ്റേണ്ടതാണ്. അത് ആ പേര് എനിക്ക് കിട്ടി, അത്രേ ഉള്ളൂ. ഇന്നിങ്ങനെ വരാൻ കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അള്ളാഹും റസൂലുള്ളാഹിനും മുന്നിട്ട് വരാം. കാരണം ഇപ്പൊ ഈ കേൾക്കുന്നവനക്ക് പറയും ഇവനക്ക് എന്താ ഇത് അള്ളാഹും റസൂലുള്ളാഹിനും വിളിക്കാനുള്ള അർഹതയുള്ളതെന്ന്. ഒരർഹത ഇന്റെ കാഴ്ചയിൽ സത്യത്തിൽ എനിക്ക് അതിനില്ല. കാരണം മരിക്കണം എന്നുള്ള ഒരു പേടി. ഇപ്പം മരിച്ചു പോകും, ഖബറുണ്ട്, അവിടെ നിന്നുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നുള്ളതൊക്കെ എനിക്ക് നന്നായിട്ട് ശരിക്കറിയും. അപ്പോൾ ഇത് കാണുന്ന ആൾക്കാരോട് അള്ളാഹു റസൂലുള്ളാഹിനെ ഞാൻ മുൻനിർത്തിയിട്ട് പറയാം, ഞാൻ ചെയ്തു പോയത് എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് തരാം. അപ്പോൾ പിന്നെ കുറച്ച് കടബാധ്യതകൾ, ബാങ്കിൻ്റെ വീട് മൊത്തം ലോണിൽ കിടന്ന് കഴിക്കുകയാണ്. എനിക്ക് 8 പെൺകുട്ടികളാണ്. അപ്പോൾ ആ മക്കൾക്ക് വരെ ഒരു നേരം തിന്നാൻ കൊടുക്കാനോ പിടിക്കാനുള്ള ഗതിയോ കാര്യങ്ങളോ എനിക്കില്ല. പിന്നെ സ്റ്റോക്കും കാര്യങ്ങളും, കിഡ്നിക്ക് കംപ്ലൈൻറ്റ്, ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുക. ഇപ്പോൾ ഈ നോമ്പ് 2 കൊല്ലമായിട്ട് കൊറോണയും കാര്യങ്ങളും നോമ്പുമായിട്ട് ഈ നാസർ മാനൂഖാൻ്റെ ഇതിൽ എൻ്റെ മക്കളും ഞാനും ഇവിടെ പട്ടിണിയെടുക്കാതെ ജീവിച്ചു പോന്നിട്ടുണ്ട്. ഇപ്പോൾ ഏക റബ്ബിനെ മുൻനിർത്തിയിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും മാപ്പ് തരാ, പൊരുത്തപ്പെട്ടു തരാ. ഭാഗ്യവാൻ. എന്താ പറയാ, തെറ്റ് പറ്റി മനുഷ്യൻ മനസ്സുകൾ കാണിച്ചില്ലേ. അള്ളാനെ മുൻനിർത്തിയിട്ട് ഞാൻ എനിക്ക് മാപ്പ് തന്നോളി, മരിച്ചു പോയുള്ള തട്ടിയ പൊരുത്തപ്പെട്ടു തരാ. എന്റെ വീട് വിറ്റിട്ട് ഈ കടങ്ങൾ തീർന്നിട്ട് എൻ്റെ മക്കൾക്ക് ഒരു ചെറിയ നെടുമ്പുരച്ചിട്ടുള്ളൊരു വഴി കണ്ട് ബാക്കിയുള്ളത് ഞാൻ എന്നെ കൊണ്ട് കേൾക്കണ കുറേശ്ശെ ഞാൻ തന്നു തീർത്തോണ്ട്. എനിക്ക് നിങ്ങളോട് ആരോടൊന്നും പറയാല്ല. വാപ്പ് എല്ലാം പൊരുത്തപ്പെട്ടവരാൻ വേണ്ടി മനുഷ്യനാണ് പറ്റിപ്പോവും, അതൊക്കെ മനുഷ്യനടുത്ത് പറ്റിപ്പോവും. പക്ഷെ അത് തിരുത്താനുള്ള മനസ്സാണ് നിങ്ങൾ കാണിച്ചത്. അത് ഏത് മനുഷ്യരും തെറ്റുപറ്റുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊരു പാടാക്കുക. ഇനിയെങ്കിലുള്ള മനുഷ്യര് നദി ഉണ്ടെന്ന് പറഞ്ഞിട്ട് മറ്റുള്ളവരെ ഈ കാശും പഠിച്ചുകൊണ്ട് ചതിപ്പെടാതെ ഇരിക്കാൻ നിങ്ങൾ ഈ കാണിച്ച മനസ്സുണ്ടല്ലോ, ഒരുപാട് മനുഷ്യര് രക്ഷപ്പെടും. അതായത് നദി ഇല്ലാന്നും അങ്ങനെ ഒരു കയമ്പില്ലാന്നും അങ്ങനെ നമുക്കൊരു കഴിവില്ലാന്നും നിങ്ങളിന്ന് കാണിച്ചു. അതായത് പൊതുജനങ്ങളോട് നിങ്ങൾ അവതരിപ്പിച്ചു. നിങ്ങളെ കണ്ണീരുണ്ടല്ലോ, അത് പടച്ചോൻ കാണും. നിങ്ങൾ ഇനിയുള്ള കാലങ്ങൾക്ക് നന്നായിട്ടുള്ള ജീവിതം തരും പടച്ചോന്. കാരണം തെറ്റ് തിരുത്തലാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ കഴിവ്. അത് നിങ്ങൾ കാണിച്ചല്ലോ അല്ലേ. ഏറ്റവും വലിയ ഒരു മനുഷ്യന്റെ മനസ്സ് ഞാൻ ചെയ്ത് തെറ്റായി പോയെന്നും അത് തിരുത്താനുള്ള ഇനി എൻ്റെ അടുത്ത് സമ്പത്തുണ്ടെങ്കിൽ പടച്ചോനെ ഞാനത് തിരുത്താൻ തയ്യാറാന്നുള്ള ഉപാധി, അള്ളാനായിട്ടുള്ള കരാറ്, അതാണ് നിങ്ങൾ വിജയം. അല്ലാതെ നമുക്കൊരു കഴിവില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. ഒരു കാലത്ത് പല ആളുകളും നിങ്ങളെടുത്ത് വന്ന് സമീപിക്കുമ്പോൾ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അവരിൽ ആ വിശ്വാസപ്രകാരം എന്ത് അവർ പിന്നെ നിങ്ങളെ കൊണ്ടുപോവാണ്. നിങ്ങൾ തന്നെ പറഞ്ഞല്ലോ, ഏറ്റവും വലിയ നദി ഒരു മനുഷ്യൻ്റെ അടുത്തുള്ള വീട്ടിലുള്ള രോഗികൾക്ക് സഹായിക്കുക, മറ്റുള്ളവരെ പാവങ്ങളെ ചേർത്ത് പിടിക്കുക, അവനക്കാണ് ഏറ്റവും നദി എന്ന് പറഞ്ഞാൽ. കാരണം രോഗത്തിൽ നിന്ന് രക്ഷപ്പെടുക, അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുക, അതാണ് ഏറ്റവും വലിയ നദി അല്ലേ. അതാണല്ലോ നിങ്ങൾ എന്നോട് പറഞ്ഞത്.